പോയിൻറ്റേഴ്സ് ആൻഡ് അറേയ്സ്. ഇനി അടുത്തത് നമ്മൾ പോയിൻറ്ററിനെയും അറേനെയും കൂടെ നമ്മൾ ലിങ്ക് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. പോയിൻറ്ററിൻ്റെയും അറേയുടെയും ആക്സസ്, അറേ ആക്സസ് നമ്മൾ എങ്ങനെയാണ് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് ആൻഡ് ഡിസ്പ്ലേ ആൻ അറേ യൂസിങ് പോയിൻറ്റേഴ്സ്. ഇഗെയിൻ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ലോജിക്ക് നമുക്കറിയാം. അത് എങ്ങനെയാണ് നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പം ആദ്യമേ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ യൂസറിൽ നിന്നും നമ്മൾ നമ്മൾ യൂസറിൽ നിന്നും ഇൻപുട്ട് എടുക്കും അല്ലേ? നമ്മൾ യൂസറിൽ നിന്നും എത്രയാണ് നമ്മുടെ ലിമിറ്റ് എന്നും എന്തൊക്കെയാണ് എലമെൻറ്റ്സ് എന്നെല്ലാം നമ്മൾ എടുക്കും. ഇനി അടുത്തത് നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ 2 ഓപ്പറേഷൻസാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് റീഡിങ് അല്ലെങ്കിൽ സ്കാൻഎഫ്. സെക്കൻഡ് ഓപ്പറേഷൻ ഇസ് ഡിസ്പ്ലേയിങ് അല്ലെങ്കിൽ പ്രിൻറ്റ്എഫ്. നമ്മൾ വേരിയബിൾസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്തത് എങ്ങനെയാണ്? പോയിൻറ്റേഴ്സ്. വേരിയബിൾസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ചെയ്തത് ആൻഡ് എൻ അല്ലേ? പോയിൻറ്റേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഓൾറെഡി അഡ്രസ്സാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് പ്രിൻറ്റിങ് വരുമ്പോഴത്തേനും നമുക്ക് വാല്യൂ ആണ് വരേണ്ടത്. ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ ആദ്യമേ നമ്മളുടെ പോയിൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിൻറ്റർ ഇപ്പോൾ 1000ലാണ് പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1001 അടുത്ത ഇത് വരുന്നു, 1002 അടുത്ത എലമെൻറ്റ് വരുന്നു, 1003 അടുത്ത എലമെൻറ്റ് വരുന്നു. അങ്ങനെയാണ്. അതാണ് P+i. ഇനി P+i ദ ഹോൾ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേനും 1001 സമ്മേഷൻ ചെയ്തിട്ട് ഹോൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ വരും. അങ്ങനെയാണ് നമ്മൾ റീഡിങ് ആൻഡ് ഡിസ്പ്ലേയിങ് ആൻ അറേ വരുന്നത്. ഓക്കെ, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പോയിൻറ്ററിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേനും ഓരോ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യും. രണ്ടാമത് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ വാല്യൂ സ്റ്റാർ യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി റൈറ്റ് എ പ്രോഗ്രാം ടു സോർട്ട് ദ കണ്ടൻസ് ഓഫ് എൻ അറേ യൂസിങ് പോയിൻറ്റർ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻറ്റർ അറേയാണ് നമ്മൾക്ക് വേണ്ടത്. അത് പ്രീവിയസ്ലി അത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു പുതിയൊരു സംഭവമുണ്ട് ഇവിടെ, മാലോക്ക് എന്ന് പറഞ്ഞാൽ മെമ്മറി അലോക്കേഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷനെയാണ് നമ്മൾ കാലോക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ P30 എന്ന് പറഞ്ഞ് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് P, ദാറ്റ് ഇസ് മൈ പോയിൻറ്റർ. ഓക്കെ, 30 × സൈസ് ഓഫ് ഇൻറ്റ്. അതായത് നമ്മൾ ഇവിടെ ഓരോന്നിനും ഇൻറ്റീജർ വാല്യൂ കൊടുക്കുവാണല്ലോ. അപ്പോൾ ഇതിനിപ്പോൾ ഓരോന്നിനും 4 bytes ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 1000. അത് കഴിഞ്ഞേച്ച് 1004, 1008 എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് കിടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്കാനിങ് ചെയ്തത് P+i യൂസ് ചെയ്ത് തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സോർട്ടിങ് ആൽഗോരിതം സെയിം ആണ്. ഒരു കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ്? നമ്മൾ വാല്യൂസ് ഇപ്പം A of j എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്താണ് എഴുതുന്നത്? സ്റ്റാർ P+j ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. പിടികിട്ടിയോ? അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു പോയിൻറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം റിലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്തത്? നമ്മൾ ഇനീഷ്യലി ഡിക്ലറേഷൻ, ഇത് ഒരു പുതിയ സ്റ്റെപ്പാണ് ഇത് വരുന്നത്. ഇതും ഹെഡറും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈസ് ഓഫ് ദി അറേ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നു P+i യൂസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ സോർട്ട് ചെയ്യുന്നു. വാല്യൂസിനനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ അറേയുടെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പോയിൻറ്റർ ടു പോയിൻറ്റർ ആണ്. അതായത് ഒരു പോയിൻറ്റർ വേറൊരു പോയിൻറ്ററിൻ്റെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോയിൻറ്റർ ടു പോയിൻറ്റർ അല്ലെങ്കിൽ ഡബിൾ പോയിൻറ്റർ എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമേ A എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, P എന്ന് പറഞ്ഞൊരു പോയിൻറ്റർ ഉണ്ട്, Q എന്ന് പറഞ്ഞൊരു പോയിൻറ്റർ ഉണ്ട്. എയുടെ വാല്യൂ 10 ആണ്. പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എയുടെ അഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്രസ്സ് നമുക്ക് അതായത് 10,000, 2,000, 3,000 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ. ഓക്കെ, P = അഡ്രസ് ഓഫ് A. അപ്പോൾ P എന്ന് പറയുന്നത് 2000 ആയിരിക്കും. Q = അഡ്രസ് ഓഫ് P, ദാറ്റ് ഇസ് നത്തിങ് 2000 അല്ല 1000 ആയിരിക്കും. Q എന്ന് പറയുന്ന അഡ്രസ് ഓഫ് P ആണ്, 2000 ആയിരിക്കും. ഇനി പ്രിൻറ്റ്
വാല്യൂ ഓഫ് എയുടെ വാല്യൂ എന്താണ്? 10 ആണ്. സ്റ്റാർ പി എന്ന് പറയുമ്പോൾ എന്താണ്? പിയിലുള്ള അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000ൻ്റെ വാല്യൂ 10. ഡബിൾ സ്റ്റാർ ക്യൂ, അതായത് സ്റ്റാർ ക്യൂ എന്താണ്? ക്യൂവിനകത്തിരിക്കുന്നത് 2000. 2000ൻ്റെ വാല്യൂ, 2000 ലൊക്കേഷൻ്റെ വാല്യൂ എന്താണ്? 1000. പിന്നെയും ഒരു സ്റ്റാറോട് വിളിക്കണം, അതായത് ഈ 1000 ലൊക്കേഷൻ്റെ വാല്യൂ എന്താണ്? 10. അപ്പോൾ 3 ആൻസർ 10 ആയിരിക്കും. അപ്പോൾ ഡബിൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂഷ്വലി പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ സിംഗിൾ സ്റ്റാറാണ് യൂസ് ചെയ്തെങ്കിൽ, ഡബിൾ പോയിൻറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഡബിൾ സ്റ്റാർ ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ പ്രീവിയസ് മോഡ്യൂൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള സംഭവമാണ് പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ്. പാസ് ബൈ വാല്യൂ ആണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ് ബൈ റെഫറൻസ് ആണ്. പാസ് ബൈ റെഫറൻസ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മളുടെ ഫോർമൽ പാരാമീറ്ററിൻ്റെ അടുത്തോട്ട് നമ്മളുടെ ആക്ച്വൽ പാരാമീറ്ററിൻ്റെ അഡ്രസ്സസ് ആണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിവിടെ ഒരു കോപ്പി ക്രിയേറ്റ് ആവുന്നില്ല. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദിസ് എക്സാമ്പിൾ. ഇവിടെ ഓക്കെ, ലെറ്റ് us ടേക്ക് ദ മെയിൻ ഫംഗ്ഷൻ എടുത്തു. എനിക്ക് 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. ഓക്കെ, ഇവരുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് 1000ഉം 1004 എന്ന് വിചാരിക്കാം. എൻ്റർ ദ നമ്പേഴ്സ്. ഇപ്പോൾ യൂസറിൻ്റെ അടുത്ത് നമ്പർ ചോദിക്കുന്നു, യൂസർ നമ്പർ എൻ്റർ ചെയ്യുന്നു, അത് 2 പേരുടെയും ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ലെറ്റ് ദ നമ്പേഴ്സ് ബി 10 and 20. ഓക്കെ, സ്വാപ്പിങ്ങിന് മുൻപ് 10 and 20. അത് കഴിഞ്ഞ് നമ്മൾ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ട് 2 പേരുടെയും അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പേരുടെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അത് അലോട്ട് ചെയ്ത് വരുന്നത് എങ്ങോട്ടാണ്? 2 പോയിൻറ്റേഴ്സിലോട്ടാണ്. വി ആർ ഹാവിങ് പോയിൻറ്റേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എയിലോട്ട് എക്സിൻ്റെ അഡ്രസ്സാണ് ഇവരിവിടെ നമ്മൾ കൊടുത്തത്. സോറി, ഇവിടെ ഇതല്ല, എക്സിൻ്റെ അഡ്രസ്സാണ് നമ്മൾ കൊടുത്തത്. സോ എക്സിൻ്റെ അഡ്രസ്സ് എന്താണ്? 1000. ബിയിലോട്ട് വൈയുടെ അഡ്രസ്സാണ് 1004. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്? ടെമ്പ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദി അഡ്രസ്സിനെ 1000ൻ്റെ വാല്യൂ എന്താണ്? 10 ആണ്. സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ സ്റ്റാർ എന്താണ്? 10 ആണ്. 10 എന്ന് പറയുന്നത് ബി സ്റ്റാർ, അതായത് 1004ൻ്റെ വാല്യൂ 20. ബി സ്റ്റാർ ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ടെമ്പ് 10. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താ വരുന്നത്? എക്സും വൈയും സ്വാപ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്യുകയല്ല, നമ്മൾ ഒറിജിനൽ റെഫറൻസിലോട്ടുള്ളത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാസ് ബൈ വാല്യൂവിൽ എന്താ ചെയ്തത്? ഇവിടെ നമ്മളിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്ത് ആ കോപ്പീനായിരുന്നു നമ്മൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പിടി കിട്ടിയോ? അതാണ് നമ്മൾ പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. എഗെയിൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത് കോപ്പി ഓഫ് ദി ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് നടന്ന ആ ഒരു കോപ്പിക്കാണ് നടക്കുന്നത്, നമ്മുടെ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് സേഫ് ആയിട്ടിരിക്കും. എന്നാൽ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അഡ്രസ്സാണ് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ എലിമെൻസിലോട്ട് വരുത്തുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ഹിയർ ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ് വിൽ നോട്ട് ബി മോഡിഫൈഡ് ആക്സിഡൻ്റലി. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് പാസ് ബൈ റെഫറൻസ് ചെയ്യുമ്പോഴത്തേനും ഓൾട്ടറേഷൻസ്, ആക്ച്വൽ വാല്യൂസിലോട്ടുള്ള ഓൾട്ടറേഷൻസ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്.